ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചെറിയൊരു റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ. എക്സാക്ട് റെസിപ്പി വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റേതായ രീതിയിലുള്ളൊരു റെസിപ്പി വീഡിയോ. അപ്പോൾ ഇതേ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാൽക്കറി ആട്ടോ. മാങ്ങയും മീനൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ അസൽ പാൽക്കറി. പെരുമ്പാവൂർ സ്റ്റൈലല്ലേ, അങ്കമാലി സ്റ്റൈൽ പാൽക്കറി. അപ്പോൾ ഇതേ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുവന്നുള്ളി നമ്മൾ നീളനെ അരിഞ്ഞ്, പിന്നെ നമ്മുടെ പച്ചമുളക് വട്ടം പൊളിച്ചിട്ടിട്ടുണ്ട്, ഇഞ്ചിക്ക് കുഞ്ഞുനാന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് ഇട്ടിട്ടുണ്ട്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, പിന്നെ വേപ്പില. ഇത്ര നമ്മൾ പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വലിയ ഉരുളിയിലാണ് വെക്കുന്നത്. നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതാണ് നമ്മൾ വലിയ ഉരുളിയിൽ വെക്കുന്നത്. 4 ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര വലിയ ഉരുളിയിൽ വെച്ചത്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നമ്മൾ ആദ്യം. എന്നിട്ട് നമ്മുടെ 2-ാം പാലും 3-ാം പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-ാം പാലും 3-ാം പാലും എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് തള വന്നു കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മീൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽക്കറിക്കുള്ള മാങ്ങയിൽ നമ്മൾ കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മാങ്ങ ഉടഞ്ഞു പോകാണ്ടിരിക്കാനും മാങ്ങയുടെ പുളി നന്നായിട്ട് ഇറങ്ങി വരാനായിട്ടോ. നമ്മുടെ മീനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ നമ്മുടെ എന്താ പറയുക, ഒന്ന് തള വന്നതിന് ശേഷമായിട്ടോ നമ്മൾ മീനൊക്കെ ആഡ് ചെയ്യേണ്ടത്. മീൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ മീൻ ഉടഞ്ഞു പോകാണ്ടിരിക്കാനും പാൽക്കറി ആയതുകൊണ്ട് അത് പിരിയാണ്ടിരിക്കാനാണ് ഒരു സൈഡ് മാത്രം. അതുപോലെയാണ് ഇത് പെസഹയ്ക്കുണ്ടാവുന്നത്. അതുപോലെ ഇത് പാൽക്കറികളൊക്കെ ഒരു സൈഡിലേക്ക് ഇളക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് അങ്ങനെ ഇളക്കണമെന്ന് ചോദിച്ചിട്ട് അമ്മ പറഞ്ഞു തന്നാ കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വെന്തിട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എന്തോരം നേരം കഴിയണം? ഇനി ഒരു 10 മിനിറ്റ്. മാങ്ങ വെന്ത അപ്പോൾ തലപ്പാൽ കഴിക്കുക, മൂപ്പിക്കാൻ നിൽക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പാൽക്കറി റെഡി ആവുന്നതാണ് ഗൈസ്. 10 മിനിറ്റ്. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങ ഗൈസ് നമ്മൾ തലപ്പാലൊക്കെ ഒഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മൂപ്പിച്ച് വയ്ക്കും. മൂപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. സുന്ദര സ്കൂബി തലയൊക്കെ കിട്ടി സുന്ദരനായി, കള്ളനോട്ടം കണ്ടോ അല്ലേ? ഇത് നോക്കി. ഇന്നലെ അല്ലേ മോനെ കുളിപ്പിച്ച നമ്മള്? മിനിങ്ങാന്ന് കുളിപ്പിച്ചു, ഇന്നലെ കൈമയും കാലുമയും ചെളിയാക്കി, ഇന്നലെയും കുളിപ്പിച്ചു, എന്നിട്ട് ഇന്നും പിന്നെയും ചെളിയാക്കിക്കൊണ്ട് നടക്കാണ്. വീട്ടിലേക്കുള്ള മൊത്തം അവന്റെ കുഞ്ഞു കാൽപാതുകളാണ്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഇനി മൂപ്പിക്കാൻ പോവാട്ടോ. അങ്ങനെ മൂപ്പിക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ആഡ് ചെയ്തിട്ട് ചുവന്നുള്ളി വട്ടം അരിഞ്ഞതും പിന്നെ നമ്മുടെ വറ്റൽ മുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഉപ്പോ മുളകോ, ഉപ്പ് നമ്മൾ കറിയിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി, മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് മൂപ്പിക്കുമ്പോൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങയും മീനും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.